ഇന്ന് കാസർഗോട്ടുകാരുടെ ചിക്കൻ വറവാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. 3/4 കിലോ ചിക്കൻ, 250 ml മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് തൈര്, 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 2 തക്കാളി, 1 സവാള, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നല്ല പോലെ ഒരു 5 മിനിറ്റ് തിരുമ്മി യോജിപ്പിച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് മീഡിയം തീയിലിട്ട് വേവിച്ചെടുക്കാം. പിന്നെ 4 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഗ്രാമ്പു, 4 പട്ട, 1 തക്കോലം, 1 സ്റ്റാർ, 1 കഷ്ണം പട്ട, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത്രയും കൂടെ നല്ല പോലെ മീഡിയം തീയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതേ പാനിലിട്ട് 20 വറ്റൽ മുളകും കൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. എല്ലാം ചൂടാറിയതിന് ശേഷം നമുക്ക് അല്പം തരിയോട് കൂടി പൊടിച്ചെടുക്കാം. ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങ, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1 വറ്റൽ മുളക്. ഇത്രയും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ സവാള ചേർക്കുന്നുണ്ട്. 2 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അല്പം വെളിച്ചെണ്ണയും ചേർത്താണ് ഞാനിത് വറുത്തെടുക്കുന്നത്. കൂടുതൽ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങ വറുത്തെടുക്കുന്ന സമയം അതിൽ നിന്നും ധാരാളം എണ്ണ ഇറങ്ങി വരും. ഇവിടെ ചിക്കൻ നല്ലപോലെ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തു. 10 മിനിറ്റിന് ശേഷം ഞാനിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്നും 4 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി 5 മിനിറ്റ് നമുക്ക് മീഡിയം തീയിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റായി. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തു. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ 20 മിനിറ്റാണ് ആകെ വേവിച്ചിട്ടുള്ളത്. അതും മീഡിയം തീയിൽ വെച്ചിട്ടാണ് വേവിച്ചത്. മസാലയെല്ലാം നന്നായി പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. കാസർഗോട്ടുകാരുടെ ചിക്കൻ വറവ് അല്ലെങ്കിൽ ചിക്കൻ സുക്ക റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക.